നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. സമ്മേളനത്തിൽ നിന്നിറങ്ങിയത് ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ. മരണം വരെ CPIയിൽ ഉണ്ടാകും. ലെറ്റർ പേഡുകൾ ദുരുപയോഗം ചെയ്ത ആദ്യ PA പാർട്ടി സംരക്ഷിക്കുന്നതിൽ എതിർപ്പുണ്ടെന്നും CC മുകുന്ദൻ. ഷൊർണൂരിൽ ലഹരിക്കെതിരെ DYFI ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ചോലക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ. മങ്കരയിൽ DYFI അനുമോദന സദസ്സ്. വിവിധ പരീക്ഷകളിലെ ജേതാക്കളായ റെയിൽവേ തൊഴിലാളികളുടെ മക്കൾക്ക് DREU ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അനുമോദനം. വാർത്തകൾ വിശദമായി. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. CPI ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്കെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു MLA. ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതാണെന്നും മരണം വരെ താൻ പാർട്ടിയിൽ നിൽക്കുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ചെറുപ്പം മുതൽ പാർട്ടി രംഗത്ത് നിൽക്കുന്നയാളാണ് താനെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. ഓടുപൊളിച്ച് ഇറങ്ങിയ ആളല്ല. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്നും ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ പോന്നതാണെന്നും MLA പറഞ്ഞു. ആദ്യ PA ലെറ്റർ പാഡുകൾ ദുരുപയോഗം ചെയ്തു. വ്യാജ ഒപ്പിട്ട് ആനുകൂല്യങ്ങൾ പറ്റി. ഇതിനെതിരെ അന്വേഷണം നടക്കുകയാണ്. കളവ് ചെയ്ത PAയെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും CC മുകുന്ദൻ കുറ്റപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ കൂടെ നിൽക്കാൻ പറ്റില്ല. കളവ് ചെയ്തവൻ കളവനായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. ഇനി വരികയാണെങ്കിൽ പാർട്ടിയൊക്കെ ഇത് ആലോചിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വാക്കാലാണ്. പക്ഷേ രേഖ കൊടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ സെക്രട്ടറി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. രേഖ കൊടുത്തെങ്കിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. ഈ കളവ് ചെയ്ത് PAനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണോ താങ്കൾ? അങ്ങനെ ഒരു ഉണ്ടായി. പക്ഷേ പരിഹാരം കാണണ്ടേ? ആ പരിഹാരം കാണാനുള്ള ഒരു ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നില്ല. നമ്മുടെ ഭാഗത്തുനിന്നല്ല, നമ്മുടെ ഭാഗത്ത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എന്ത് നടപടിയും നമ്മൾ സ്വീകരിക്കാൻ കാര്യമായിട്ട് ചെയ്യാം എന്ന് നമ്മൾ പാർട്ടിയെ അറിയിച്ചിരുന്നു. അത് സംസ്ഥാന സെക്രട്ടറിനെ അറിയിച്ചിരുന്നു. അതുപോലെ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അതിനോട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് പാർട്ടി MLA-ക്കാട്ടിലും മുകളിൽ പാർട്ടി MLA-യുടെ PAയ്ക്ക് വേണ്ടി നിൽക്കുന്നത്? അത് അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടത് നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും. അത് പാർട്ടിയുടെ നിലപാട് എടുക്കുമ്പോൾ ആ നിലപാടിൻ്റെ അകത്ത് വ്യത്യസ്തമായി പറയാനുള്ള അധികാരം എനിക്കില്ല. പാർട്ടി ലീഡറാണ് ഞാൻ. അപ്പം നിലയിൽ തന്നെ നമ്മളെ വെച്ചാൽ ഈ രംഗത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടി രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. വേറെ വരുമാനം നോക്കിയിട്ടൊന്നുമല്ല. എൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഒരു സാഹചര്യങ്ങൾ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടി രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതോടെ ഒരു സഹായം ലഭിച്ചിട്ടല്ല. കർഷകത്തൊഴിലാളി, അത് ചുമട്ടുതൊഴിലാളി, ആ മേഖലയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതികൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വേറെ ഇതിൽ പണ്ടൊക്കെ കാരണന്മാർ പറഞ്ഞ പോലെ ഓട് പൊളിച്ചിറങ്ങിയതല്ല. സംഘടനാ വർക്ക് നിരന്തരമായി നടത്തി വന്നിട്ടുള്ള ആളാണ്. നവകേരള സദസ്സിനിടയിൽ DYSP തെറ്റായ സമീപനം സ്വീകരിച്ചു. തനിക്കൊപ്പം നിന്നയാളെ മർദ്ദിച്ചു. അതിനെതിരെയാണ് പോലീസിനോട് സംസാരിച്ചത്. പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാവാം ഒഴിവാക്കാൻ കാരണം. തനിക്കെതിരെ ടാർഗറ്റ് ചെയ്ത് സമ്മേളനത്തിൽ വ്യക്തിപരമായ ചർച്ച നടന്നു. മരണം വരെ ഈ പാർട്ടിയിൽ തുടരും. MLA സ്ഥാനത്തേക്കാൾ പ്രധാനം വീട് ജപ്തിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ലെന്നും MLA ആയതുകൊണ്ടാണ് ജപ്തി ചെയ്യാത്തത് എന്നാണ് കരുതുന്നതെന്നും CC മുകുന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. DYFI ഷൊർണൂർ ചോലക്കുളം യൂണിറ്റ് ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചോലക്കുളം കിഴക്കുദേശ കമ്മിറ്റി ഹാളിലാണ് ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. DYFI ചോലക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദസ്സ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കാലത്തായിട്ട് ഇത് കുറച്ച് വ്യാപിച്ച നിലയിലായിരുന്നു. നമ്മുടെ കേരളം ഇതിൻ്റെ വ്യാപനത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DYFI പോലുള്ള ഒരു യുവജന പ്രസ്ഥാനം തികച്ചും ഈ വിഭജനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. DREU യൂണിറ്റ് പ്രസിഡന്റ് ആരിഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിദ്ധാർത്ഥ് സ്വാഗതം പറഞ്ഞു. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ PS മനോജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യുവ കവയത്രി അനീസ അനു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, കൗൺസിലർ ഹസീന അഷ്റഫ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം KU വിവേക്,
CPM ഹോസ്പിറ്റൽ ബ്രാഞ്ച് സെക്രട്ടറി കെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ലിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഹണ്ടേഴ്സ് ക്ലബ്ബ്, എമിറേറ്റ്സ് ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, അംഗൻവാടി ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടനാകുരിശി ആരബി ഗ്രന്ഥശാലയുടെ വായനാ പക്ഷാചരണത്തിന് സമാപനം. സമാപന പരിപാടി സാഹിത്യകാരൻ മനോഹരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമുള്ള പരിപാടികളാണ് വെള്ളി നക്ഷത്രം എന്നുള്ള പേരിൽ നടത്തി എഴുത്തുകാരെ പരിചയപ്പെടുക. എഴുത്തുകാരുടെ ലോകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുത്തിൻ്റെ ലോകത്തിലേക്കാണ് പോവുക. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ സാനുമാഷയുടെ ജീവചരിത്രങ്ങൾ വായിച്ചാൽ മതി. ഈ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും നല്ല ജീവചരിത്രങ്ങൾ എഴുതിയ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ജീവചരിത്രങ്ങൾ എഴുതിയ എഴുത്തുകാരനാണ് പ്രൊഫസർ MK സാനു. അദ്ദേഹത്തിന്റെ ഒരുപാട് ജീവചരിത്ര പുസ്തകങ്ങളുണ്ട്. വനിതാവേദി പ്രസിഡന്റ് പത്മശ്രീ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരി ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. സുധീർ മാസ്റ്റർ, ദീപ ടീച്ചർ, ഹരിദാസൻ, CP രാമൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സമ്മാന വിതരണവും നടന്നു. 35 കുട്ടികളാണ് വായനാ പക്ഷാചരണ പരിപാടിയിൽ പങ്കെടുത്തത്. കാവ്യസന്ധ്യ, ബഷീർ അനുസ്മരണം, പുസ്തക പൂമഴ, പൊയിലൂർ LP സ്കൂൾ വിദ്യാർത്ഥികളുടെ വായനശാല സന്ദർശനം, കഥാകഥനം തുടങ്ങിയ പരിപാടികളാണ് പക്ഷാചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര പരിശ്ശേരിയിൽ DYFIയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. CPI മങ്കര ലോക്കൽ സെക്രട്ടറി ER ശശി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് UP 69% ആളുകൾ മാത്രമാണ്, വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിൽ എത്തുന്നത്. അതിലും താഴെ ബീഹാർ ഉൾപ്പെടെ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 64% വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിൽ എത്തുന്നത്. ഈ UP എന്നൊക്കെ പറയുന്നത് 20 കോടി ജനങ്ങളാണ്. അവിടെയുള്ള 69% കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം വിദ്യാർത്ഥികളാണ് ഈ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണമെന്നത് ഭരണഘടനാപരമായി ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനയുള്ള ഈ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ്. നമ്മളെപ്പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. വിഷ്ണു നാരായണൻ അധ്യക്ഷത വഹിച്ചു. തുളസീദാസ്, ലോക്കൽ കമ്മിറ്റി അംഗം ഹരിദാസ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം രമ്യ ഹരിദാസ്, ജയചന്ദ്രൻ, PC വാസു, സതീഷ്, ചന്ദ്രൻ മാസ്റ്റർ, വിബീഷ്, വിവേക്, ജിത്തു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2, A+ നേടിയ 40ഓളം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. DREU ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദന സദസ്സ് നടത്തി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. LSS, USS, SSLC, +2 വിജയികളായ റെയിൽവേ തൊഴിലാളികളുടെ മക്കളെയാണ് DREU CITU ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചത്. ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. രക്ഷിതാക്കളാക്കായിരുന്നു ശ്രദ്ധാലുക്കളായി തോന്നി. ഇപ്പോൾ പക്ഷേ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നമുക്ക് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മളെ +3 അതുപോലെ തന്നെ +2 +3. DREU ബ്രാഞ്ച് പ്രസിഡന്റ് T രാജേഷ് അധ്യക്ഷത വഹിച്ചു. അരുൺ P ശങ്കർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ഉദയകുമാർ, ജോഷി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി കിരൺ ദാസ് സ്വാഗതവും റഹീം നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നന്മ ഷൊർണൂർ യൂണിറ്റ് കലാകാര സംഗമം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് സംവിധായകൻ PG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിലെ ഗായകരുടെ മെലഡി ഗാനമേളയും ഉണ്ടായിരുന്നു. നന്മ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റായി ബാലരവിയെയും സെക്രട്ടറിയായി ഭവാനിയെയും ട്രഷററായി VA സ്റ്റീഫനെയും തെരഞ്ഞെടുത്തു. P ഗംഗാധരൻ പിള്ളയുടെ ഭൂപടത്തിൽ നടക്കുന്ന ജമീല കഥാസമാഹാര പ്രകാശനം കോങ്ങാട് നടന്നു. ഡോക്ടർ CP ചിത്രഭാനു, കഥകളി ആചാര്യൻ, കലാമണ്ഡലം KG വാസുദേവൻ നായർക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം നടന്നത്. അവൻ സമൂഹത്തിൽ ജീവിച്ച് സമൂഹത്തിൽ വ്യവഹരിച്ച് ഈ ലോകത്തു നിന്നും പറഞ്ഞു പോകുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് സാംസ്കാരികവും സാഹിത്യവും
മനുഷ്യസ്നേഹവും സമൂഹത്തോടുള്ള കടപ്പാടുമാണ്. ഇപ്പോൾ ഒരാൾ എന്തിനാണ് എഴുതുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു. ഒരാൾ എന്തിനാണ് വായിക്കുന്നത്? പൂക്കസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. SP ജയദേവൻ, KN കുട്ടി, P മധു, പ്രദീപ്, MN ലതാദേവി എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് P ഗംഗാധരൻപിള്ള മറുപടി പ്രസംഗം നടത്തി. ഗ്രാമവികസന വകുപ്പിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി വിരമിച്ച എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് ഗ്രന്ഥകർത്താവ് ഗംഗാധരൻപിള്ള. പുരോഗമന കലാസാഹിത്യ സംഘം മുണ്ടൂർ മേഖലാ കമ്മിറ്റി കോങ്ങാട് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിലാണ് പുസ്തക പ്രകാശനം നടന്നത്. ഗംഗാധരൻപിള്ളയുടെ രണ്ടാമത്തെ പുസ്തകമാണിത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. സമ്മേളനത്തിൽ നിന്നിറങ്ങിയത് ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ. മരണം വരെ CPI-യിൽ ഉണ്ടാകും. ലെറ്റർ പേഡുകൾ ദുരുപയോഗം ചെയ്ത ആദ്യ PA പാർട്ടി സംരക്ഷിക്കുന്നതിൽ എതിർപ്പുണ്ടെന്നും CC മുകുന്ദൻ. ഷൊർണൂരിൽ ലഹരിക്കെതിരെ DYFI ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ചോലക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ. മങ്കരയിൽ DYFI അനുമോദന സദസ്സ്. വിവിധ പരീക്ഷകളിലെ ജേതാക്കളായ റെയിൽവേ തൊഴിലാളികളുടെ മക്കൾക്ക് DREU ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അനുമോദനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.